രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. ഇത് അലങ്കാരങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അത് പഠിപ്പിക്കാനായിട്ട് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ഉദാഹരണങ്ങളിലൊന്നാണ്. രാമരാവണന്മാർ തമ്മിലുള്ള യുദ്ധം ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ രാമരാവണന്മാർ തമ്മിലുള്ള യുദ്ധം പോലെയാണ്. രജോഗുണത്തെ ദൂരീകരിക്കലാണ് ഏറ്റവും വലിയ യുദ്ധം. അങ്ങനെ അതിതീക്ഷ്ണമായ യുദ്ധം തകർത്ത് നടക്കുകയാണ്. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞേല അഗസ്ത്യൻ തഥാ രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ. അങ്ങനെയുള്ള യുദ്ധം, ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്ന യുദ്ധം, രാമരാവണന്മാർ തമ്മിൽ ആ പടക്കളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആകാശദേശത്ത് നിന്ന് പ്രഭാകര സന്നിഭനായ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിരിക്കുന്ന അഗസ്ത്യ മഹർഷി രാമന്റെ തേരിൽ ആ ഇന്ദ്രരഥത്തിൽ ഇറങ്ങി നിന്നു. ആകാശത്ത് നിന്നിട്ടാണ് അദ്ദേഹം വന്നത്. എങ്ങനെയാ അദ്ദേഹം വന്നത് ആർക്കും അറിയില്ല. എങ്ങനെയെന്നറിഞ്ഞില്ല. കിളിമകൾ പാടുന്നുണ്ട്. എങ്ങനെയാ അഗസ്ത്യൻ അങ്ങോട്ട് വന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ അദ്ദേഹം അവിടെ ഇറങ്ങി നിന്നു. എവിടെ? ആകാശദേശത്ത് നിന്ന്. ഏതാ ഈ ആകാശദേശം? അത്യന്ത സൂക്ഷ്മമണ്ഡലം. നമ്മുടെ ഈ സ്ഥൂല ശരീരം ഭൂലോകത്തിന്റെ ഭാഗമാണ്. നേരത്തെ പലതവണ നമ്മൾ ഇതെല്ലാം ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രം. അതിന്റെ സൂക്ഷ്മമണ്ഡലമാണ് ഭൂർലോകം. അധ്യാത്മ വികാസം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ് പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്കുള്ള യാത്രയും. രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന തത്വം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന തത്വവും. രണ്ട് തത്വമില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന തത്വം പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കുന്ന തത്വത്തിൽ നിന്നിട്ട് വേറിട്ടല്ല നിൽക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ. ഒരിടത്ത് തന്നെയാണ് പ്രപഞ്ചവും, അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളും. ഓരോ വ്യക്തിയും വ്യത്യസ്ത സ്ഥലങ്ങളിലല്ല. അങ്ങനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള ആ യാത്രയുടെ അധ്യാത്മ വികാസത്തിന്റെ മണ്ഡലം നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിലെ വളരെ വിശദമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബൃഹദാരണ്യകം തുടങ്ങിയതായ ഉപനിഷത്തുകളിൽ അത് നമുക്ക് വ്യക്തമായും കാണാം. അതിനെ നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ആ ശാസ്ത്രത്തെ തന്നെ കഥാരൂപത്തിൽ ആചാര്യന്മാർ പുരാണങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ശാസ്ത്രം തന്നെയാണിത്, പക്ഷെ ലളിതമാക്കി കഥാരൂപത്തിൽ മാധുര്യം ഊറുന്ന ഒരു മരുന്ന് പോലെ ഇങ്ങനെ പകർന്നു തരികയാണ്. ശാസ്ത്രം പഠിക്കണമെങ്കിൽ കുറച്ചേറെ ക്ലേശിച്ച് ഗുരുകുല കൃഷ്ണനായിട്ട് ഒക്കെ പരിശ്രമിക്കണം. ഇതാവുമ്പോൾ അങ്ങനെയല്ല. നല്ല മധുരമുള്ളതായ മുട്ടായി പോലെ നമ്മുടെ മനസ്സിലേക്ക് ചെല്ലും. അതാണ് ഭൂലോകത്തിന്റെ സൂക്ഷ്മമണ്ഡലം, ഭൂർലോകം. അവിടെയാണ് യക്ഷകിന്നര കിംപുരുഷാദികളൊക്കെ. അതിന്റെ സൂക്ഷ്മമണ്ഡലമാണ് സ്വർലോകം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സ് എന്നറിയണം. അതിന്റെ സൂക്ഷ്മമണ്ഡലമാണ് മഹർലോകം. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈശ്വരനിൽ ഉറച്ചു നിൽക്കുന്നതായ ചിത്തം എന്ന് നാം അറിയണം. അവിടം വരെ എത്തിയ ആളുകളാണ് നമ്മുടെ ഋഷിവര്യന്മാരെല്ലാവരും. എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഈ ഭൂമിയിലൂടെ നടക്കും, അനേകം പ്രസംഗങ്ങൾ ചെയ്യും, ആയിരം ജോലികൾ ചെയ്യും. പക്ഷെ അദ്ദേഹം നിൽക്കുന്നത് മഹർലോകത്തിലാണ്. സ്ഥൂല ശരീരം ഭൂലോകത്തിലും ബോധമണ്ഡലം മഹർലോകത്തിലും. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ അങ്ങനെയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയായിരുന്നു. വ്യാസൻ അങ്ങനെയായിരുന്നു. വാൽമീകി അങ്ങനെയായിരുന്നു. അവരുടെ വാക്കുകളെല്ലാം വരുന്നത് ആ മഹർലോകത്തിൽ നിന്നിട്ടാണ്. എഴുത്തച്ഛൻ പാടുന്നത് മഹർലോകത്തിലിരുന്നുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൾക്ക് തുഞ്ചൻ പറമ്പിലും തോന്നും. സ്ഥൂല ശരീരം തുഞ്ചൻ പറമ്പിൽ തന്നെ. കാരണം എല്ലാവരുടെയും സ്ഥൂല ശരീരം പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമാണ്. അത് ഭൂലോകത്തിൽ തന്നെയാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലം അങ്ങ് മഹർലോകത്തിലാണ്. അവിടെ നിന്നിട്ടാണ് ആ വാക്കുകൾ വരുന്നത്. അതാണ് അധ്യാത്മരാമായണത്തിനും ഭാരതം കിളിപ്പാട്ടിനും ഈ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതായ സൗന്ദര്യം. വാൽമീകിയുടെ രാമായണത്തിനും വ്യാസന്റെ മഹാഭാരതത്തിനും ഒക്കെയുള്ള സൗന്ദര്യത്തിന് കാരണം ആ വാക്കുകൾ വരുന്നത്, ആ ആശയങ്ങൾ വരുന്നത്, ആ അനുഭൂതി വരുന്നത് മഹർലോകത്തിൽ നിന്നിട്ടാണ്. മഹർലോക അനുഭൂതിയാണത്. ഇനി അതിൻ്റെ അപ്പുറം സൂക്ഷ്മമണ്ഡലം, ജനലോകം, അതിൻ്റെ അപ്പുറം തപോലോകം, അതിനും അപ്പുറം സത്യലോകം, അതിനപ്പുറം മൂലപ്രകൃതി, അതിനപ്പുറം പരമാത്മാവ്. ആകാശദേശത്ത് നിന്നിട്ടാണ് അഗസ്ത്യൻ ഇറങ്ങി വന്നത്. എങ്ങനെ വന്നു ആർക്കും മനസ്സിലാവണില്ല. ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ, സൂര്യനെ പോലെ. ആകാശത്ത് എന്ന് പറഞ്ഞാൽ അത്യന്ത സൂക്ഷ്മമണ്ഡലത്തിൽ നിന്ന് എന്നർത്ഥം. അതാണ് ആകാശം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവുണ്ടല്ലോ, അദ്ദേഹത്തെ വേദാന്ത ശാസ്ത്രം പറയുക മഹാകാശം എന്നാണ്. നമ്മൾ ആകാശത്തെ കാണും കണ്ണുകൊണ്ട്. ഈ ആകാശത്തെ കാണിച്ചു തന്നിട്ട് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആ മഹാകാശത്തെ ഋഷിവര്യന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തരും. വാക്കുകൾക്ക് വിധേയമല്ലത്. അതുകൊണ്ട് അവർ പറയും, ഈ ആകാശം സർവത്ര നിറഞ്ഞ് സർവവസ്തുക്കൾക്കും ഇരിക്കാനും ഓടി നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളതായി ഇടം കൊടുക്കുന്നു. എന്നാൽ ഈ ആകാശത്തിൽ ഒരു വസ്തുവും പുരളുന്നില്ല, ഈ ഒരു വസ്തുവിലും ആകാശവും പുരളുന്നില്ല. അതേപോലെ ഈ ആകാശത്തെയും ഉൾക്കൊള്ളുന്ന മഹാകാശം, അതാണ് പരമാത്മാവ്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി. പ്രയോജനം എന്നുള്ള കാവ്യത്തില് ഈ വേദാന്തശാസ്ത്രം നാരായണ ഗുരുസ്വാമികളിൽ നിന്നിട്ട് ഭംഗിയായി പഠിച്ച കുമാരനാശാൻ പാടുന്ന വരികളാണിത്. ഈ ആകാശങ്ങളെ, ആ ആകാശങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഈ വലിയ ഗോള സമൂഹത്തോടൊപ്പം ഭക്ഷിക്കുന്ന ആകാശം, ഈ ആകാശത്തെ വിഴുങ്ങുന്ന ആകാശം, അതാണ് ആ പരമാത്മാവ്. അങ്ങനെയുള്ള ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ അദ്ദേഹം പാടും. ആ പ്രരോദനം എന്നുള്ള കവിതയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണിത്. അതിൽ 2 വരികളാ ചൊല്ലി. അങ്ങനെ ഈ ആകാശങ്ങളുടെ പോലും ഭക്ഷകനായിട്ടുള്ള ആ മഹാകാശം, അതാണ് ആകാശദേശാൽ എന്ന് ഇവിടെ കിളിമകൾ പാടിയത്. ആ മഹാകാശത്തിൽ നിന്നിട്ട് അദ്ദേഹം വന്നേ. ഈ അഗസ്ത്യ മഹർഷി ആരാ? അദ്ദേഹം മഹാകാശത്തിൽ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാകാശം തന്നെയാണ് അദ്ദേഹം. പൂർണ്ണബ്രഹ്മമാണ് അഗസ്ത്യനായി രാഘവന്റെ തേരിൽ ഇറങ്ങി നിന്നത്. അദ്ദേഹമാണ് ഗുരു. അദ്ദേഹം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു വലിയൊരു മഹാമന്ത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരു ആരാണ്? ഈ പരമാകാശം തന്നെ. അതാണ് ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ചൊല്ലുന്നത് അതുകൊണ്ടാണ്. സദാശിവനിൽ നിന്നിട്ടാണ് നമ്മുടെ ഗുരുപരമ്പര തുടങ്ങുന്നത്. സദാശിവൻ അല്ലെങ്കിൽ നാരായണ സമാരംഭാം എന്നും ചൊല്ലും. ആ സദാശിവൻ അഥവാ നാരായണൻ, അദ്ദേഹമാണ് ഈ മഹാകാശം. അദ്ദേഹം ആണ് ആദ്യത്തെ ഗുരു. എന്നിട്ട് പരമ്പരയായിട്ട് ഇങ്ങനെ വരുന്നു. എന്നെ പഠിപ്പിക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരു വരെ ആ ഗുരു പരമ്പര ഇങ്ങനെ പോരുന്നു. അതാണ് ആകാശദേശത്തിൽ നിന്നിട്ട്, ആ മഹാകാശത്തിൽ നിന്നിട്ട് ആ മഹാഗുരുവായ അഗസ്ത്യൻ, നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഗുരു പരമാത്മാവ് തന്നെയാണ്. യാതൊരു വ്യത്യാസവും. അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പരബ്രഹ്മമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഗുരു. അങ്ങനെ ആകാശദേശത്ത് നിന്നിട്ട് ആ പരബ്രഹ്മം അഗസ്ത്യനായിട്ട് ശ്രീരാമചന്ദ്രനെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ആ തേരിലേക്ക് ഇറങ്ങി വന്നു. അതാണ് അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞില്ല അഗസ്ത്യൻ തഥാ രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ. സൂര്യനെ പോലെ തിളങ്ങുകയാണ് അദ്ദേഹം. നമ്മൾ കണ്ടിട്ടുള്ള ഒരു സൂര്യനെയാണ്. ഇതേപോലുള്ള അനന്തകോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയിട്ടാണ് അഗസ്ത്യൻ അവിടെ നിൽക്കുന്നത്.
അദ്ദേഹത്തെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നത് നമ്മുടെ പെരുവിരലിന്റെ വലിപ്പമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ്. പക്ഷേ ഈ ലോകത്തെക്കാളും ഭാരം അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ തപോബലം. പരമാത്മാവ് തന്നെയാണ് അദ്ദേഹം. അങ്ങനെ അനന്തകോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയിട്ട് അദ്ദേഹം ആ തേരിൽ ഇറങ്ങി നിന്നു. അപ്പോഴേക്കും വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്ന് അരുൾ ചെയ്താൻ അഗസ്ത്യനും. രഘുകുലനാഥൻ തന്റെ തേരിലേക്ക് താൻ വിളിക്കാതെ തന്നെ, താൻ പ്രാർത്ഥിക്കാതെ തന്നെ അഗസ്ത്യ മഹർഷി ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹത്തെ യഥായോഗ്യം വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. ആ അവസരത്തിൽ അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ഗുരു, ഇതാണ് ശിഷ്യൻ. ശിഷ്യൻ എങ്ങനെയാകണം? രാമനെ പോലെയാകണം. ഗുരു എങ്ങനെയാകണം? അഗസ്ത്യനെ പോലെയാകണം. ഈ ലോകത്തിൽ നല്ല കർമ്മങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന അവസരത്തിൽ ആരും ക്ഷണിക്കാതെ ഗുരു വരും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക രീതിയിലും വരും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലും വരും. രണ്ട് പ്രകാരത്തിലും വരും. ഏത് പ്രകാരത്തിൽ വരണം എന്നുള്ളത് സന്ദർഭത്തിനനുസരിച്ചിട്ട് ഗുരു തീരുമാനിക്കും. കാണത്തക്ക രീതിയിൽ വരണം എന്ന് ഗുരു തീരുമാനിച്ചാൽ നമ്മുടെ മുന്നിൽ കാണപ്പെടും. അല്ലാത്ത രീതിയിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു അല്ലാത്ത രീതിയിൽ വരും. എന്നിട്ട് വേണ്ടുന്നതായിട്ടുള്ള സഹായം, അനുഗ്രഹം, ശക്തി പകർന്ന് ആ കർമ്മത്തെ മഹാവിജയമാക്കി തീർക്കും. ഇതാണ് ഗുരുവിന്റെ കാരുണ്യം. പരിധിയില്ലാത്ത കാരുണ്യമാണ്. അപാരമഹിമ ഗുരുമഹിമ എന്ന ഗുരുവിന്റെ മഹത്വം അറിഞ്ഞിട്ടാണ് ഋഷിവര്യന്മാർ പാടിയത്. അങ്ങനെയുള്ള ആ ഗുരുവിനെ രാമൻ വന്ദിച്ചു. ആ ഗുരു പറഞ്ഞു തുടങ്ങി, എന്തിനാ ഇവിടെ ഇങ്ങോട്ട് വന്നേ? അദ്ദേഹം പറയാണ്, അഭ്യുദയം നിനക്ക് ആശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനോടോ. അല്ലയോ രാമ, നിനക്ക് അഭ്യുദയം, വിജയം വേഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ, ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന അവസരത്തിൽ, ഈ പടക്കളത്തിൽ, സാധാരണ യുദ്ധമല്ല, രാമരാവണ യുദ്ധമാണ്. ഈ കോലാഹലത്തിന്റെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വന്നത്. ഞാൻ നിനക്ക് ഒരു മന്ത്രം ഉപദേശിക്കാൻ പോവാണ്. ആ മന്ത്രത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അതിന്റെ ഗുണം എന്തെന്നറിയോ? താപത്രയവും വിഷാദവും തീർന്നു പോവും, ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും, ശത്രുനാശം വരും, രോഗവിനാശനം, വർദ്ധിക്കും ആയുസ്, സൽകീർത്തിവർദ്ധനം, നിത്യം ആദിത്യഹൃദയമാം മന്ത്രം. ഇത് ഉത്തമം, എത്രയും ഭക്തിയാ ജപിക്കടോ. ആദിത്യഹൃദയമാകുന്ന മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ്. ഈ മന്ത്രത്തെ നീ ദിവസവും ഭക്തിയോടുകൂടി ജപിക്കുക. ഈ മന്ത്രം അത്യുത്തമമാണ്. അതിന് നീ ദിവസവും ഭക്തിയോടുകൂടി ജപിക്കുക. ആ മന്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ജപിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ സിദ്ധി വരും ആദിത്യഹൃദയത്തിൽ. അത് വന്നു കഴിഞ്ഞാലോ താപത്രയവും വിഷാദവും തീർന്നു പോവും. 3 രീതിയിലുള്ള താപങ്ങളും: അധിഭൂതമായ താപം, അതിദൈവമായ താപം, അധ്യാത്മമായ താപം. ഇങ്ങനെ 3 പ്രകാരത്തിലുള്ളതായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകൃതമായി തീരും. വളരെയേറെ വിശദമായി അറിയേണ്ടതായ വാക്കുകളാണിതെല്ലാം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടി പോവുകയാണ്. എന്ന് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അധികം പേർക്കും ഇതെല്ലാം നന്നായി അറിയുകയും ചെയ്യാം. അങ്ങനെ താപത്രയം ദൂരീകൃതമായി തീരും ഈ ആദിത്യഹൃദയ മന്ത്രം ഭക്തിയോടുകൂടി എന്നും ജപിച്ചാൽ. എന്ന് മാത്രമല്ല, വിഷാദവും തീർന്നു പോവും, ദുഃഖങ്ങളെല്ലാം തീർന്നു പോവും. ഇന്ന് മനുഷ്യൻ വിഷാദത്തിന് അടിപ്പെട്ടിട്ട് എന്തെല്ലാം അബദ്ധങ്ങൾ കാണിക്കുന്നു എന്ന് നാം ഓർക്കുക. ആദിത്യഹൃദയം ജപിക്കുന്ന ആളുകൾക്ക് ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. താപത്രയവും വിഷാദവും തീർന്നു പോവും, ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും. ഏതെല്ലാം പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആപത്തുകൾ ഉണ്ടാകാം, പറയേണ്ട കാര്യമില്ല, അതെല്ലാം അകന്നു പോവും. ശത്രുനാശം വരും, ശത്രുക്കൾ നശിച്ചു പോകും, ശത്രുക്കൾ ഇല്ലാതായിത്തീരും, അജാതശത്രുവായി മാറും. അതാണ് ശത്രു ഇല്ലാത്ത അവസ്ഥ. എങ്ങനെയാ ശത്രുനാശം വരുത്തുന്നത്? ശത്രുനാശം വരുത്തുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, അമ്പുകൾ കൊണ്ടല്ല, ആറ്റം ബോംബ് കൊണ്ടല്ല. അതുകൊണ്ടൊന്നും ശത്രുനാശം വരില്ല.
എത്രയോ ആയിരത്താണ്ടുകളായിട്ട് മനുഷ്യൻ വിവിധ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് ശത്രുനാശം വരുത്തുന്നു. പക്ഷേ ഒരു ശത്രുവും നശിച്ചില്ല. ഇന്നും ശത്രുക്കളുടെ സംഖ്യ വർദ്ധിച്ചേ വരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുനാശം വരുത്തേണ്ട പ്രകാരത്തിലല്ല ശത്രുനാശത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ശത്രു വെളിയിലെങ്ങുമല്ല, ശത്രു ഇരിക്കുന്നത് അവരവരുടെ ഉള്ളിലാണ്. അവരവരുടെ ഉള്ളിലിരിക്കുന്ന ശത്രുവിനെ എടുത്തിട്ട് വെളിയിൽ നിൽക്കുന്ന ശത്രുവല്ലാതുള്ള ആളിൻ്റെ പുറത്ത് ആരോപിച്ചിട്ട് ആ ആളിനെ ശത്രുവായി കണ്ട് അയാളോട് ബഹളം വയ്ക്കുന്നു, അയാളെ കൊല്ലാൻ പുറപ്പെടുന്നു. ഇതാണ് ലോകചരിത്രം മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. ശത്രു ഇരിക്കുന്നത് അവരവരുടെ ഉള്ളിലാണ്, വെളിയിലൊരു ശത്രുവില്ല. വെളിയിലുള്ളത് പരമാത്മാവ് മാത്രം. മുകളിൽ പരമാത്മാവ്, താഴെ പരമാത്മാവ്, മുന്നിൽ പരമാത്മാവ്, പിന്നിൽ പരമാത്മാവ്, വശങ്ങളിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവിനെ മനുഷ്യരായി, മൃഗങ്ങളായി, പക്ഷികളായി, പർവ്വതമായി, നക്ഷത്രമായി ഒക്കെ കണ്ടിട്ട് അതിൽ ചിലതെല്ലാം എൻ്റെ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനോട് മനുഷ്യൻ ആയുധമെടുത്ത് പോരാടി അവസാനം തൻ്റെ ലക്ഷ്യത്തിലെത്താതെ വീണുപോകുന്നു. ഈ ലോകത്തിൽ ഒരൊറ്റയാളിനും ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടേയില്ല. എല്ലാവരും ആ ശ്രമത്തിൽ ഓരോരോ ഘട്ടത്തിൽ വെച്ചിട്ട് പോയി. ശത്രു വെളിയിലല്ല, അതാണ് കാരണം. ശത്രു ഇരിക്കുന്ന ഉള്ളിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, അസൂയ, ഇതാണ് ശത്രു. ഇത് അവരവരുടെ ഉള്ളിലാണ്. അപ്പോൾ അതിനെയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമക്രോധാദികളെയാണ് എടുത്ത് വെളിയിൽ ശത്രുവല്ലാതെ ഈശ്വരന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷങ്ങളുടെയൊക്കെ പുറത്ത് ആരോപിച്ചിട്ട് നമ്മൾ അവ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച് അവയെ സംഹരിക്കാൻ ആയുധങ്ങൾ ഉരുക്കൂട്ടുന്നത്. ഉള്ളിലുള്ള ശത്രുവിനെ നശിപ്പിക്കാൻ എളുപ്പമാണ്, അധ്യാത്മസാധന ചെയ്യണമെന്ന് മാത്രം. എങ്കിൽ എളുപ്പമാണ്. അങ്ങനെ അധ്യാത്മസാധനയിലൂടെ ഉള്ളിലെ ശത്രുവിനെ നശിപ്പിച്ചാലോ കാമക്രോധാദികളെ ഇല്ലാതാക്കിയാലോ അപ്പോൾ വ്യക്തമായി തീരും വെളിയിൽ ശത്രുവേയില്ല എന്ന്. വെളിയിലുള്ളത് ഭഗവാൻ മാത്രം, പരമാത്മാവ് മാത്രം, അവരവരുടെ ഇഷ്ടദേവത മാത്രം. ഇങ്ങനെ ശത്രുനാശം വരുത്തും ഈ ആദിത്യഹൃദയ മന്ത്രം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാമക്രോധാദികൾ പൂർണ്ണമായും ഇല്ലാതായിത്തീരും. അതോടെ ശത്രു എന്നുള്ളത് ഈ ലോകത്തിലില്ല എന്ന് ബോധ്യപ്പെടും. ഉള്ളത് ഭഗവാൻ മാത്രം എന്ന് ബോധ്യപ്പെടും. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് അനുഭവവേദ്യമായി തീരും. അങ്ങനെ ശത്രു ഇല്ലാതാകും, അജാതശത്രുവായി മാറും. അങ്ങനെ ശത്രുനാശം വരും, രോഗവിനാശനം, രോഗങ്ങളില്ലാതായിത്തീരും, വർദ്ധിക്കും ആയുസ്, സത്കീർത്തി വർദ്ധനം, നിത്യം ആദിത്യഹൃദയമാം മന്ത്രം. ഇത് ഉത്തമം, എത്രയും ഭക്ത്യാ ജപിക്കടോ.